ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളൊരു ഫുള്ള് ആട്, ഇത് മിസ്രിൻ്റെ ആടാട്ടോ, ഈജിപ്ഷ്യൻ ഗോട്ട്. ഇന്ന് ഇതായിട്ടാണ് പരിപാടി. ഇത് ഞങ്ങൾ 2 മാസം കൂടുമ്പോൾ ഒരു ഫുൾ ആടിനൊക്കെ മേടിക്കലുണ്ട്. ഇത് കട്ട് ചെയ്ത് റെഡിയാക്കാണ്ട്. ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങൾ പീസാക്കിയ മട്ടനായിട്ട് മജ്ബൂസാണ് ഉണ്ടാക്കുന്നത്. ഒരു ട്രൂലി പെർഫെക്റ്റ് ഒതൻറ്റിക് മജ്ബൂസ്. അപ്പോൾ അതിന് വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻസ് ആണിത്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ A to Z വരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല ഒതൻറ്റിക് മജ്ബൂസ്. ഇത് മട്ടൻ്റെ റിബ്സ് ആട്ടോ, നല്ല നെഞ്ചും കൂടാണ്, വാരിയല്. ഇത് നല്ല ജ്യൂസി പീസായിരിക്കും. ഇത് നല്ല ഫാറ്റോട് കൂടിയിട്ടുള്ള പീസാണ്. ബിരിയാണി, മജ്ബൂസ് എല്ലാത്തിനും ബെസ്റ്റാണ്. 4 ഉള്ളി, 4 തക്കാളി, പിന്നെ കുറച്ച് മുളകുണ്ട്, പിന്നെ മജ്ബൂസ് മസാലയാണ്. വേറെ സ്പൈസസ് ഒന്നുമില്ല, ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ടാവും. പിന്നെ ടെർമറിക്, മഞ്ഞൾപ്പൊടി ഉണ്ട്. ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഡ്രൈ ലെമൺ, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്, പട്ട, വലിയ ജീരകം, ഏലക്ക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില. 2.5 കിലോ ഉണ്ടാവും ഇറച്ചി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബി മജ്ബൂസ് ഉണ്ടാക്കുന്നത് സൂര്യൻ്റെ ആട്ടിറച്ചിയാണ്. അപ്പോൾ അത് നല്ല വലുതാക്കി വലിയ കഷ്ണാക്കി വെട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് തീ കത്തിച്ച്, ഇത് വെറും വെള്ളത്തിലാണ് മട്ടൻ പീസുകൾ ഇട്ടുക്കുന്നത്. ഇതിനകത്ത് ചൂടായതിന് ശേഷം കച്ചറകൾ പൊങ്ങി വരും ഈ ഫാറ്റിനകത്തുള്ള, അതെല്ലാം കോരി ഒഴിവാക്കിയതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ. മജ്ബൂസ് മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം ആദ്യം. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു കൂട്ടാക്കി മാറ്റാം. അപ്പോൾ മിക്സ് ചെയ്ത് തയ്യാറാക്കിയ ഈ കൂട്ട് ഇതിലോട്ട് ചേർക്കുകയാണ് മസാല. കുറച്ച് സമയമെടുക്കും ഇറച്ചി വേകാൻ വേണ്ടിയിട്ട്. മസാല ചേർത്തതിന് ശേഷം നമ്മളെ ഡ്രൈ സ്പൈസസ്, ഡ്രൈ ലെമൺ, പട്ട, കറാമ്പൂ, വലിയ ജീരകം, അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ തക്കാളി എല്ലാം ഒന്നിച്ചാട്ടോ ചേർത്ത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇറച്ചി നന്നായിട്ട് വേവണം. അതിന് ശേഷം അരി. വളരെ സിമ്പിളായിട്ട് ചെയ്യാം, ചെറിയ പണിയാണ്. ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ഇപ്പോഴേ ചേർത്താലേ ഇറച്ചിയിൽ പിടിക്കൂ, അവസാനം ചേർക്കരുത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിഷാണ് മജ്ബൂസ്. അധികം പണിയില്ല. ഈ കുക്ക് ചെയ്യേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. ചെറിയ ഇൻഗ്രീഡിയൻസ് നമ്മളെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മതി. എന്നാൽ ടേസ്റ്റിലാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ഒതൻറ്റിക് മജ്ബൂസ്. ഇറച്ചെല്ലാം വെന്ത് പാകമായിട്ടുണ്ട്, എല്ലിന്ന് വേറിട്ട് പോരുണ്ട്. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ട് അത് എടുക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് അരി ചേർക്കാം. അരി നല്ല ഇന്ത്യ ഗേറ്റ് ഗോൾഡൻ ബസ്മതിയാണ്. അരിക്ക് വെള്ളം ചേർക്കുന്നത് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർക്കുക. അരി ഇട്ടതിന് ശേഷം നല്ല തിള വന്നു. അതിന് ശേഷം തീ നമ്മൾ കുറച്ചു. ഇനി ദമ്മിടുന്ന പ്രോസസ്സാണ്. അടിയിൽ നല്ലൊരു കട്ടിയുള്ള പാത്രം വെച്ച് തീ കുറച്ചിട്ട് ഏറ്റവും അവസാനം മല്ലിയില. ഇതിന് മേലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ദമ്മിടുക. ദമ്മ് ഒരു 1/2 മണിക്കൂർ ദമ്മിരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി മജ്ബൂസ് റെഡി. മജ്ബൂസ് ദമ്മെല്ലാമായിട്ട് ഞങ്ങൾ തുറക്കാൻ പോവാണ്. ആവി പറന്നു, നല്ലൊരു സ്മെല്ലും വന്നു. ഒരു ഡിഷ് ഉണ്ടാക്കി അത് പ്ലേറ്റ് ചെയ്ത് ഗാർണിഷ് ചെയ്യുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളെ ഗസ്റ്റിനെയും ഫ്രണ്ട്സിനൊക്കെ നെട്ടിക്കാം. എങ്ങനെയുണ്ട് മജ്ബൂസ്? ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കട്ടോ. നമ്മളെ ഷെഫിനെ ഞങ്ങൾക്ക് അറിയാം, എന്തായാലും അടിപൊളിയായിരിക്കും. സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് റസാഖ്? നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ബീഫായാലും കുഴപ്പമില്ല, ചിക്കനിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ബീഫും മട്ടനാകുമ്പോൾ പൊളിക്കും. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നല്ല ഇറച്ചൊക്കെ നല്ല ബന്ധുട്ട് സൂപ്പറായി. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കുക്കിങ്ങിൽ? കുക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10-40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 40 വർഷത്തെ എക്സ്പീരിയൻസ്. അൽഹംദുലില്ലാ, അടിപൊളി ചോറിട്ടാ. മഷ്കൂർ ഒരിക്കൽ കൂടി. അപ്പോൾ ഈ കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചും കൂടി ഇന്ന് നല്ല വ്യായാമം ചെയ്തുകൊണ്ട് കൈക്കോട്ടൊക്കെ എടുത്ത് കളക്കാം. നല്ല പണിയെടുക്കണല്ലേ. ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇന്ന്, അബൂബക്കർക്ക. എങ്ങനെയുണ്ട്? നിങ്ങൾ കുഞ്ഞുമാക്കാൻ്റെ മജ്ബൂസ് നിന്നിട്ടില്ല? സുഹൃത്തും കൂടി വന്നപ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമായി. ഓക്കെ, മഷ്കൂർ.